എടാ പപ്പു, അപ്പൊ ഇന്ദു കൂടെ ഉള്ളോണ്ടാ നിന്നെ കൊണ്ട് കെട്ടിയെടുത്തല്ലേ? പഠിച്ച് പാസ്സാകാനൊന്നുമല്ല, 6 മാസം മതി എന്നൊക്കെ പറഞ്ഞപ്പോ ഇതാണ് കേസ് കേട്ടത് മനസ്സിലായില്ല. പോത്തെ തല കുത്തിന്നാലും നിനക്ക് ആ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ചത്താലും അവൾക്ക് എന്നുള്ള കലിപ്പ് തീരില്ല. അത് പറഞ്ഞിട്ട് വെറുതെ പോടാ പോടാ പോടാ. എന്റെ മനസ്സിൽ അതൊന്നുമില്ല. നിങ്ങൾ വെറുതെ കാട് കയറണ്ട. എന്തിനാ ഞാൻ പിടിക്കാൻ വരുമ്പോ നീ ചാടി പോകുന്നേ? നീ എന്റെ ഭാര്യയുടെ സ്വഭാവം കാണിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർത്തൂടെ? രാത്രി നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നിന്നെ ഫ്രൈ ആക്കും, നോക്കിക്കോ. നമ്മുടെ തവള തമ്പി, നീയൊക്കെ എന്താണ് ഇവിടെ? മക്കളെ ചേർക്കാനോ? അല്ലടാ, ഞങ്ങൾ ഇവിടെ പഠിക്കാൻ വന്നതാ. ദൈവമേ, നീയൊക്കെ പഠിക്കാനോ? എടാ, ഞാൻ കരുതി നീയൊക്കെ പഠിച്ചൊരു നിലയിലെത്തിയിട്ടുണ്ടാവുന്നു. എവിടെ? അപ്പൊ ഞാൻ തന്നെയാണ് ഭേദം. എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയെങ്കിലും ഉണ്ടല്ലോ. ജോലി തവള പിടുത്തം, ലാബ് അറ്റൻഡർ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് നീ കുറെ തവളയെ പിടിച്ചിട്ടുള്ളത് കൊണ്ട് ജീവിതത്തിൽ നിനക്കത് ഉപകാരപ്പെട്ടില്ലേ? അല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് നിന്റെ പഴയ പേരറിയോ? ദയവ് ചെയ്ത് നിങ്ങളായിട്ട് ഇനി അറിയിക്കണ്ട. പിന്നെ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണെന്ന് വേറെ ആരോടും പറയണ്ട. കാരണം ഇന്നത്തെ എന്റെ നിലയ്ക്കും വിലയ്ക്കും അത് മോശമാണ്. തവളെ കാണിച്ചു തരാടാ, നല്ല പച്ച തവള. എന്താ പ്രശ്നം? പിള്ളേര് നല്ല മൂർച്ചയുള്ള ടൈപ്പാ. മേലും മുറിയാൻ നോക്കണം. നിന്റെയൊക്കെ കയ്യിലിരിപ്പ് പഴയതാണെങ്കിൽ മുറിയും. ഇപ്പോഴത്തെ പിള്ളേരെ നേരിട്ടല്ല, കൊട്ടേഷനാ. അടിയോടി സാർ തന്നതാ. വൈകിട്ടെന്താ പരിപാടി? അടിയോടടി, അടിയോടടി. എടീ, ഞാനല്ല മഴയത്ത് നിൽക്കണേ. പിന്നെ അത് നീ പറഞ്ഞിട്ട് വേണ്ടേ? എനിക്കറിയില്ലേ മഴ തന്നെ ഞാൻ പനി വരുമെന്ന്. നീ അത്താഴം കഴിഞ്ഞ് കട തുറങ്ങ. ഞാൻ മഴ മാറിയിട്ട് അങ്ങോട്ട് എത്താം. ഭാര്യ എത്ര? ഭാര്യ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഞാൻ പറഞ്ഞില്ലേ മഴ നനഞ്ഞോണ്ട് വെള്ളടിക്കാൻ. മഴ ഓക്കെ, ഒരു ഇടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഇതെങ്ങനെയുണ്ട്? ഇടിയും മിന്നലും മഴയോ ഓക്കെ. ഇനി കൊടുങ്കാറ്റ് വേണം. അയ്യോ വേണ്ടായേ. ഇവൻ ഇടി മാത്രം പോരാ, ഒരു ചവിട്ടും കൂടി കൊടുക്കാൻ വേണ്ട. ഇവൻ ചെയ്ത തെമ്മാടിത്തരം അറിയോ? ഒരനിറഞ്ഞ് നിൽക്കുന്ന മൂത്ത സഹോദരിയെ കെട്ടിച്ചയക്കാതെ +2 പഠിക്കുന്ന അനിയത്തിയെ കെട്ടിച്ചയച്ചു. അതെന്നാ പണിയാണ് കാണിച്ചേ? അതെ, മൂത്ത പെങ്ങള് പൊരയല്ലേ നിറഞ്ഞു നിൽക്കുന്നത്, പക്ഷേ ഇളയവൾ വയറ് നിറഞ്ഞാ നിന്നിരുന്നത്. നല്ല കുടുംബ. മുന്നേ നിനക്ക് എത്ര കുട്ടികളാ? എന്റെ പിള്ളേരുകളെയൊക്കെ മാറിയിട്ട് മതി കുട്ടികളെന്നാ ഫാത്തിമ പറയുന്നത്. അവള് പറഞ്ഞത് ശരിയല്ലേ? പിള്ളേര് കളിച്ച എങ്ങനെയാ കൊച്ചി? നീ വിഷമിക്കണ്ടടാ. നീ വേണേ എന്റെ മോൻ മാത്തുക്കുട്ടി എടുത്തോ, നല്ല ബെസ്റ്റ് മുതല. അയ്യോ വേണ്ടേ. എന്തിനാടാ കഴിഞ്ഞ ആഴ്ച മാത്തുക്കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്? അത് പിന്നെ അവൻ അതെ, ടീച്ചർ അവനോട് ലാവ ഉണ്ടാകുന്ന എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ വാവ ഉണ്ടാകുന്ന എങ്ങനെയെന്ന് എഴുതി വെച്ചു. പാവം തിരിഞ്ഞു പോയാടാ. മോൻ തന്നെ. നിനക്ക് ഇതുവരെ കല്യാണ പ്രായമായില്ലേ? അവനിപ്പോഴും മധുരം 17 പ്രായം തോന്നിക്കാത്ത ജന്തു. പപ്പു, നിനക്ക് ഇനി ഒരു കുടുംബമൊക്കെ ആവാം. അതിനാണല്ലോ ഇവൻ കോളേജിൽ കെട്ടിയെടുത്ത്. ആ പരിപ്പിന് ഇന്ദുവിന്റെ അടുത്ത് വേവൊന്നും തോന്നില്ല. ഒരു പാവം കുട്ടിയാ, ഒരുപാട് അനുഭവിച്ചു. ഇനി അതിനെ കണ്ണീര് കുടിപ്പിക്കരുത് കേട്ടോ. ഞാൻ ആരെ കണ്ണീര് കുടിപ്പിക്കാനൊന്നുമല്ല വന്നത്. എഴുതാപ്പുറം വായിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നു. എന്താടാ ഒരു വൈക്ലഭ്യം? നാളെ സ്റ്റെപ്പ് തിരിച്ചു തരണോന്ന് ആലോചിച്ചിട്ടാ. വേണ്ടടാ, നിനക്ക് വേണ്ടി ക്ലാസ് റൂം നമുക്ക് താഴേക്ക് കൊണ്ടിരിക്കാം. വലിയ ഉപകാരം. അതെ, ഒരവർ കട്ട് ചോദിച്ചാ നിന്റെ അച്ഛനൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് നാളെ മാരിനിക്ക് അങ്ങ് പോവാം. അതൊന്നും ശരിയാവില്ല, വീട്ടിലറിഞ്ഞാ പ്രശ്നമാവും. എന്താടാ പ്രേമ? അങ്ങനെയൊന്നുമില്ല. കണ്ടോ മോളെ, ഒരു ആംബിയറില്ലാത്തവന് ഒന്ന് വരട്ടിയപ്പോഴേക്കും ദേ അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇവനെ വിശ്വസിച്ചാണോ നീ ക്ലാസ്സിൽ കയറാതെ കോണിയുടെ ചോട്ടിൽ കുടുങ്ങി നിൽക്കുന്നത്? ക്ലാസ്സിൽ പോടി. അത് ചോദിക്കാൻ താനാടാ? അതെ, ഞങ്ങൾ തമ്മിൽ പ്രേമ. അങ്ങനെ പറ. നാളെ അവളുടെ അപ്പൻ ചോദിച്ചാൽ നീ അങ്ങനെ തന്നെ പറയണം. ഇനി മോള് കുടുങ്ങിക്കോട്ടെ. പ്രായം തെറ്റിന്റെ വിഷമം ഒരിടത്തും. നിനക്കിത് എന്തിന്റെ സൂക്കേടാ? ആ പിള്ളേരെങ്കിലും എൻജോയ് ചെയ്യട്ടാ. എന്താന്ന് അറിയില്ല അളിയാ, ഇതൊക്കെ കാണുമ്പോ ഒരു അസൂയ. അതെ, ഒരു സന്തോഷ വാർത്ത. നാളെ രാവിലെ മുതൽ വെള്ളം അടിക്കാം. നാളെ സമരം. എന്തിന്? നമ്മുടെ വോളിബോൾ കോർട്ടില്ലേ, അവിടെ പുതിയ ബിൽഡിംഗ് വരാൻ പോകുന്നു. യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്റർ. പുതിയ വോളിബോൾ കോർട്ട് ഉണ്ടാക്കിയിട്ട് മതി കൺസ്ട്രക്ഷൻ എന്ന സമരക്കാര്. എന്നാ നാളെ മുതൽ നമ്മളും സമരത്തിൽ. നമ്മുടെ പഴയ സമരമുറ. അത് പഴശ്ശിരമുറയല്ലേ, ഒളിപ്പോര്, ഒളിച്ചിരുന്നുള്ള പോര്. നീ നോക്കിക്കൂടെ തവളെ, ഇന്നേ വരെ ഈ ക്യാമ്പസ് കാണാത്ത പുതിയൊരു സമരമുറ നാളെ.
കളിക്കാൻ എന്താ കയ്യാങ്കളിയോ വോളിബോൾ കളിക്കാൻ ഞങ്ങൾക്ക് കോട്ടില്ലെങ്കിൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ. ഇവന്മാരെന്തീ കാണിക്കാൻ പോകുന്നത്? ഹലോ വലയെറിയാൻ പോവാ. പോടാ പോടാ. കയ്യിൽ 2 ബോളൊക്കെ ഉണ്ടല്ലോ. ഒരെണ്ണം അവന്റെ വയറാടാ. നീ അവിടെ നോക്കൂ. വരുന്നു. എങ്ങോട്ട് തോന്നി ചേട്ടാ? അവിടെ നിൽക്കാം. മക്കളെ എന്താണ് കളിക്കാൻ ഞങ്ങൾക്ക് കോട്ടില്ലെങ്കിൽ അവന്മാരവിടെ റോഡിൽ പിക്കറ്റ് ചെയ്യും. ഇവന്മാരെന്ത് കോപ്പ കാണിക്കുന്നു ഇവിടെ? വാടാ വന്ന് കളിക്കണ മക്കളെ. അയ്യോ ഇത് നമ്മുടെ സമരല്ലടാ. പിന്നല്ലാതെ വാഴ മക്കളെ വാ. കളിക്കണം പിള്ളേരെ. അങ്ങനെ ഇടാ. ഞാൻ ക്ഷണിച്ചുപോയി. നിങ്ങൾ വിളിച്ചോ. റോഡിലാണ് പുന്നാര മക്കളെ അഭ്യാസം. നിന്റെ തന്തയുടെ വകയുടെ പബ്ലിക് റോഡ് എന്നാ നോക്കി നിൽക്കുവാണോ? അടിച്ചു നിൽക്കണോ കഴിവരണ മക്കളെ? നിൽക്കണം. അടിച്ചു അധ്യാപകന്റെ ദേഹത്ത് കൈവെക്കുന്നു. നിർത്താനാ പറഞ്ഞോ? ഈ ക്യാമ്പസിൽ കയറി കലക്കാൻ നിനക്കൊക്കെ ആരുടെ ഓർഡർ തന്നത്? ഇനി എന്റെ പിള്ളേരുടെ ദേഹത്തെങ്ങാൻ തൊട്ടാൽ അത് ശരി. റോട്ടിൽ കിടന്നവന്മാർ ഈ പോക്കൃത്തരം കാണിച്ചിട്ട് സാറന്മാരെ ന്യായീകരിക്കുക. താനും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടല്ലടോ ഈ തൊപ്പിയെടുത്ത് തലേ കയറ്റിയത്. കുറച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തോ കുറച്ചാണെങ്കിൽ പോട്ടെ. 1/4 മണിക്കൂറായി യവന്മാര് റോഡും തടഞ്ഞ് ഈ വേഷം കെട്ട്. പിന്നെ ഞങ്ങൾ എന്നതാ വേണ്ടത്? തന്നെയൊക്കെ ഭരിക്കണ പാർട്ടിക്കാർ പ്രകടനമൊന്നും പിക്കറ്റിംഗ് എന്നും പറഞ്ഞ് 4-5 മണിക്കൂർ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോ കുന്തോ പിടിച്ച് കാവല് നിൽക്കലാണല്ലോ തന്റെ ഒക്കെ പതിവ്. ഇപ്പൊ ഈ പിള്ളേർ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോ ഇത്രയ്ക്ക് ആവേശമൊന്നും വേണ്ട. എന്റെ ഉണ്ണി തന്നെ താൻ അകത്തേക്ക് പോ. എവിടെയായിരുന്നു പ്രിൻസിപ്പാള്? മതി മതി സാറന്മാര് പോ ഓടോ. കാക്കിയിട്ട് ഒരു ഒറ്റെണ്ണത്തിന് ഇനി ക്യാമ്പസിൽ കണ്ടുപോരുത്. സാറുമാര് വിട്ടോ, ഇല്ലെങ്കിൽ കണ്ട എറിഞ്ഞു വീഴ്ത്തും. കണ്ടില്ലേ കുരിപ്പിന്റെ അഹങ്കാരങ്ങളില്ലേ? മുതിർന്നവർ സംസാരിക്കും, ഇടയിൽ കയറി സംസാരിക്കുന്നതാ. കണ്ടല്ലോ, ശിക്ഷിക്കാൻ അധികാരമുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ചെലിപ്പോ എന്ത് കാണാൻ നിൽക്കടാ? ക്ലാസ്സിൽ പോടാ എല്ലാരും. ക്ലാസ്സിൽ കയറാൻ പിള്ളേരല്ല, എല്ലാം ഒപ്പിച്ചത് അവന്മാരാ. ഉണ്ണിത്താ വന്ന് നന്നായി. സാർ ഇവിടെ വേടാ. ഓ എന്തൊരു വിനയം. ഒന്ന് തന്നാലുണ്ടല്ലോ. കുസൃതി കാണിക്കാൻ പറ്റിയ ഒരു പ്രായം. എടാ നിന്നെ പോലൊന്നുമല്ല, തല്ലുകൊണ്ട് ശീലമില്ലാത്ത പിള്ളേരെ. ഞങ്ങള് പോകുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ശീലമായിക്കോണം സാർ. കയറി ചീർത്തലോടാ മാപ്പിളെ. ഇവിടെ വന്നിടാ. പത്മശ്രീ കൊടുക്കേണ്ട ഐറ്റമാണ് അളിയാ. ഇങ്ങേരെയൊക്കെ അക്ഷരം തെറ്റിക്കാതെ സാറേന്ന് വിളിക്കാൻ തോന്നും. അതെ, പഴയ പുലികളാണത്രേ, ചെറ്റകള്. അടിയുടെ മണം കിട്ടിയപ്പോഴാ മരുമുങ്ങി. എനിക്ക് ആദ്യം തോന്നിയിരുന്നത് നമുക്കിട്ടുള്ള പണിയാണെന്ന്. അതെങ്ങനെ അപ്പോഴേക്ക് വിളി ചാടി ഇറങ്ങിയില്ലേ? എന്തെങ്കിലും അലമ്പുണ്ടായി അവന്മാര് മുമ്പിൽ കയറി നിൽക്കുന്നല്ലേ ഞാൻ കരുതിയത്. ഇത്രയ്ക്ക് പേടി തുറിയാണെന്ന് ഞാൻ അറിഞ്ഞു.
നോക്കിയേ ചേട്ടന്മാര് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. ആപ്പിള്, ഓറഞ്ച്, മുന്തിരി ഒക്കെ കഴിച്ചോണം. ശോധനയ്ക്ക് നല്ലതാ. നിങ്ങൾ ഇതൊക്കെ കഴിച്ച് ഒരു 4-5 ദിവസം റെസ്റ്റ് എടുക്കും. കോളേജിലെ കാര്യങ്ങളൊക്കെ ചേട്ടന്മാരേറ്റു. അങ്ങനെ പേക്കണ്ട. ഞങ്ങൾ ക്യാമ്പസിലോട്ട് തന്നെ വരുന്നത്. എടാ ബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ നിങ്ങൾ ഈ കാണിച്ചത്? എടാ ഒരു പബ്ലിക് പ്ലേസിൽ ഇറങ്ങി കന്നന്തിരിവ് കാണിക്കുന്നതിന് മുമ്പ് അടി ഏതൊക്കെ വഴിയിൽ വരുന്നുള്ള കാര്യം വേണ്ടി ആദ്യം നോക്കി വെക്കാൻ. അതൊക്കെ ശരിയായിക്കോളും. എക്സ്പീരിയൻസിന് കുറവ്. 4 പേരും വികലാംഗരാണെന്ന് അറിഞ്ഞില്ല. നട്ടലിന്റെ കുറവേ. അച്ചോടം മുത്തേ ബാബയുടെ ചുണ്ടു ഹലോ അത് വേണ്ട. അപ്പൊ നിങ്ങൾ അങ്ങനെയാണല്ലേ. ചേട്ടന്മാര് കൊണ്ടുവന്ന കൊട്ടയം വെട്ടി എടുത്തോ. എന്നിട്ട് പുതിയ വല്ല സമരമുറ ഉണ്ടെങ്കിലേ അറിയിക്കേ. പഴശ്ശിയുടെ സമരമുറകൾ എന്തൊക്കെയാണെന്ന് ക്യാമ്പസ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. പഴശ്ശി അത്ര ഏറ്റില്ല. അപ്പൊ ബൈ ബൈ, റെസ്റ്റ് ഇൻ പീസ്. എന്താണ് മക്കളെ? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അറിഞ്ഞിട്ടൊക്കെ പിന്നെയും പണി കിട്ടി. ആരടാ? ലോക്കാളിലെ പിള്ളേരോ? എന്താണ് മക്കളെ? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അറിഞ്ഞിട്ടൊക്കെ പിന്നെയും പണി കിട്ടി. ആരടാ? ലോക്കാളിലെ പിള്ളേരോ? ഓർക്കാപ്പുറത്തുള്ള പണിയായിരുന്നില്ല. ടൂൾസ് എടുക്കാൻ പോലും ഓമരുന്നായിരുന്നില്ല. ടൂൾസ് എടുത്തപ്പോഴൊക്കെ നീ ഇതേ കൂടുതൽ തല്ല് വാങ്ങിയിട്ടുണ്ട്. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല. ഇന്ന് തന്നെ അവിടെ കയറി പൊളിക്കണം. മണ്ടത്തരം പറയലടാ. നമ്മുടെ സ്റ്റാൻഡിൽ ഒതുങ്ങി കിട്ടും. എന്നിട്ട് മതി. കുഞ്ഞുങ്ങളെ എന്തോന്നാടാ അത്? വഴിയെ പോണ അടി മുഴുവൻ നിങ്ങളെന്താ ലേലം വിളിച്ചെടുത്തിരിക്കുക? ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നതല്ല. എന്നാൽ എന്റെ ഒരു പേടി അങ്ങ് പോകും. എന്നാലും ഇത്രയും പേരുണ്ടായിട്ടും എടാ നാണമില്ലല്ലോ. അടിയും കൊണ്ടേച്ച് ഇവിടെ നിന്ന് മണ്ഡലം കമ്മിറ്റി കൂടിയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ലോ കോളേജ് കയറി ഇടിച്ച് നൂത്തണം. ധൈര്യം ഉണ്ടോടാ നിങ്ങക്ക്? അടുത്ത റൗണ്ട് അടി കൂടി വാങ്ങി തരാനുള്ള പരിപാടിയോ? അടിയെന്ന് എഴുതി കാണിച്ച് അട്ടത്ത് കയറി ഒളിക്കുന്ന ടീംസാ. ധൈര്യം കൊണ്ട് വന്നേക്കണം. ആഹാ, മക്കൾ ഇടി കണ്ടോ? നല്ല ചങ്ക് പൊളിക്കണടി. വാടാ, കളത്തിലൊന്നും ഇറങ്ങണ്ട. ബാൽക്കണി ഇരുന്നങ്ങ് കണ്ടാ മതി. മോളെ ഇതൊരു ഫാമിലി എന്റർടൈനർ ആണ്. നിങ്ങൾ ലേഡീസിനും വരാം. എന്തോ നട നോക്കി നിൽക്കുന്നത്? ലോ കോളേജ് കയറി അടിച്ച് പൊളിക്കടാ പാടാ. അതെ, അടി ആമ്പിള്ളേർക്ക് മാത്രം. അതിനിടയ്ക്ക് തപ്പാൻ നിൽക്കരുത് കേട്ടാ. അയ്യേ പോടാ. എന്റെ ഒറ്റ ഇടിക്കാൻ വീണു. നോക്കുമ്പോഴേയാ അവന്റെ മൂക്കിന്നും പൈപ്പ് തുറന്ന പോലെ ചോര. അയ്യേ, ഈ ഞരന്ത് പിള്ളേരാ. നാണോ ഇല്ലടാ. ഓഞ്ഞ പിള്ളേരെ അടിയും മേടിച്ചു വന്നേക്കുവാ. ഞാൻ ശരിക്കും വേർത്തുകൂടിയില്ല. ഓഹോ, പപ്പേ എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ? അല്ല, ഞാൻ വരണോ? വാടാ. ഓടരുത് ഞാൻ പറഞ്ഞല്ലടാ.
പറഞ്ഞല്ലടാ ബൈക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അയ്യോ ഇവര് ഓടിക്കാൻ പറ്റാണോ? വേഗമാട്ടെ, ജന്മനക്ഷത്രം തീരാറായി. വൈകിക്കട്ടെ, കട്ട് ചെയ്യൂ. Hey, come on. Excuse me. Hey, Jenny, many more happy returns of the day. thank you. Oh. Happy birthday to you. Happy birthday to you. Happy birthday dear. നീയൊക്കെയാണ് ഈ പിള്ളേർക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കണേ. തല്ലുള്ളി തരുമല്ലേ കാണിക്കണേ? കാശിന്റെ ഹുങ്ക് അല്ലാണ്ടത്താ. കവി എന്താ ഉദ്ദേശിച്ച തെളിച്ച് പറ. ഇത്തിരി ഇല്ലാത്തൊരു പെങ്കൊച്ച് റിസോർട്ടിൽ റൂം എടുത്ത് ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അതും രാത്രിയിൽ വെച്ച് കള്ള. ഈ പ്രായത്തിൽ എനിക്കുണ്ടൊരു മോള്. അവളുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നല്ല തൂശനിലെ വെട്ടിയിട്ട് തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച കറികളെല്ലാം നിരത്തി വച്ച്. അതാണ് അവള് ചിത്തറിന്റെ ക്ലാസിലൂടെ ഒളിച്ചോടി പോയത്. എടുക്കണ ഒരെണ്ണം കൂടി. നീ അറിഞ്ഞ എന്താ മോനെ ചിറി ചോരുന്നു. എന്നാ കൂടിയാണ് ചേർക്ക കൂമ്പ് വാടിപ്പോ. കത്തുരി മാമ്പഴ കാക്ക കൊത്തി പോയി. അയ്യോ പപ്പുച്ചു കൊത്തി പോയി. പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യമില്ലേ? നീ പാടൂടാ. ഹാപ്പി ബർത്ത്ഡേ. Hey, Jenny. Hey, Jenny. Ja. എന്നാടാ? ഏയ് ഒന്നുമില്ലടാ. ജെനി, come on. നീ എന്താ ലിക്കർ വല്ലതും കഴിച്ചോ? ഇല്ല, ഞാനൊരു കോളേ കഴിച്ചുള്ളൂ. ശരി ശരി ശരി, വാ 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 വാ. കോളേജില് പിള്ളേര് ആരോ പറ്റിച്ച പണിയാ. ഏയ് അവന്റെ ഒരു ചങ്കൂരം കണ്ടവളിയാ. ഇത്ര ആളുകൾ ഇവിടെ നിൽക്കുമ്പോ അതവന്റെ മിടുക്ക്. പണ്ട് ഇങ്ങനെയാണല്ലോ. ഓ കൊള്ളാം കൊള്ളാം. പക്ഷേ ഈ പോയത് അസൂയ. കാണിക്കുന്നോടാ നാറി. നിനക്കെന്ത് ഭ്രാന്താണോ? നീ മിണ്ടരുത്. ജെനി, ഏയ് മതി അഴിഞ്ഞാട്ടം. വിളിച്ചോണ്ട് പോ ഇവിടെ. ഇന്ദു, ഈ സൂക്കേടിന് ചികിത്സ വേറെയാ വേണ്ടത്. ജയിലോ തൂക്കുമരോ ഒന്നുമല്ല. മധ്യസ്ഥര് വന്നേക്കണു. ഞാൻ നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവനോട് പ്രേമാണെന്ന്. അവൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ചിലക്കല്ലടി മറ്റോളെ. 24 മണിക്കൂർ എന്റെ തോളിലും ബൈക്കിലും കയറി നടന്നപ്പോ കണ്ടുകണ്ട എല്ലാരും പറഞ്ഞല്ലോ. നീ കേക്ക തന്നെ. അപ്പൊ നീ പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ലാന്ന്. അപ്പൊ പറയാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു. ക്യാമ്പസ് ആകുമ്പോ കാണാൻ കൊള്ളാവുന്ന ആരെങ്കിലും ഒരുത്ത വേണം കുറച്ചു നാൾ കൈ തൂങ്ങാൻ. എന്ന് വെച്ച് അത് നെഞ്ചു പൊട്ടുന്ന പ്രേമാന്നാ നിന്റെ വിചാരം? നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയാ എനിക്ക് നിന്നോട് ഒരു മണ്ണാൻ കട്ടിയില്ല. പ്രേമിക്കാൻ കല്യാണം കഴിക്കാനുള്ള മെച്ചൂരിറ്റി ഉണ്ടോ നിനക്ക്? പ്രായം പക്കത്തിൽ ഒരുത്തനെ ഇപ്പൊ കിട്ടിയിട്ടുണ്ടല്ലോ നിനക്ക് സൂക്കേട് തീർക്കാൻ. അവസാനായിട്ട് പറയാ ഞാൻ, ഇനി നിന്നെ അവന്റെ കൂടെ കണ്ട ഒന്ന് പോട ചക്ക. നീ നോയിക്കോടി. എന്റെ മുന്നിൽ കിടന്ന നാറി മുത്ത് അഴിഞ്ഞാടുന്ന നിന്റെ നീ വന്നേ, നിനക്കാണ് സൂക്കേട്. ഒരു ഐസ്ക്രീം നീട്ടി കാണിച്ച് അരഞ്ഞാണം മാത്രം ഇട്ടോണ്ട് ഷോ കാണിക്കുന്ന വെടക്കവള്. എന്താണോ ഇവളുടെ മാത്രമല്ല ലോകത്തൊരു പെണ്ണിന്റെ ഏറും പാഴാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ പോടാ. ചീള് കേസ്. പപ്പുവിന് വീണ്ടും ആ പഴയ സൂക്കേട് തുടങ്ങിന്നാ തോന്നുന്നത്. ഇത്തിരി ഇല്ലാത്ത പെങ്കൊച്ചു വരെ എന്നാ പിടിച്ചോ.
ഇനി എറിയുമ്പോ പറയണേ. ജെനി, നീ ഈ കാണിക്കുന്നത് പരമ ബോറ. ഉം. പപ്പുവിന് എല്ലാം ഒരു നേരം പോക്കാ. ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്താ കരയേണ്ടി വരുവേ. കരയുമ്പോ ഞാൻ വിളിക്കാം. കണ്ണീരൊപ്പം വന്നേക്കണേ. നീ ഇങ്ങ് വന്നേ. എടി കൊച്ചെ, കണ്ടു നിന്നവര് കരഞ്ഞിട്ടുണ്ട് പണ്ട്, ഒരു 12 വർഷം മുമ്പ്. നിന്റെ ഇതേ സ്വഭാവമുള്ള ഒരുത്തി ഇമാതിരി കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് കണ്ണ് തുറച്ച് ചത്ത് മലന്ന് കിടന്നിട്ടുണ്ട്. ദാ, അവിടെ